സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 10 തിങ്കൾ. UPI ഫീസ് കൊള്ളയടിക്കുന്നത് സാധാരണക്കാരനെ. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ അനുവദിക്കുന്ന ടാക്സേഷൻ ആൻഡ് അതർ ലോ ബിൽ ചർച്ച പോലുമില്ലാതെ പാസാക്കിയിരിക്കുകയാണ് ലോക്സഭ. രാജ്യസഭയിലും വരും ദിവസങ്ങളിൽ ബിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിൽ സംബന്ധിച്ച് രാജ്യത്ത് ശക്തമായ എതിർപ്പുയർന്നതോടെ ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കില്ലെന്നും നിശ്ചിത പരിധിക്ക് മുകളിലുള്ള ഇടപാടിൽ വ്യാപാരികളിൽ നിന്നാണ് ഫീസ് ഈടാക്കുകയെന്ന വിശദീകരണവുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാപാരികൾ ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ സേവനദാതാവിന് നൽകേണ്ട MDR വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന സംവിധാനമാണിതെന്നാണ് വിശദീകരണം. അമേരിക്കയുടെ താൽപര്യപ്രകാരമാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തി ബില്ല് കൊണ്ടുവന്നതെന്നാണ് സർക്കാരിനെതിരായ പ്രധാന ആക്ഷേപം. അതിൽ വസ്തുതയുമുണ്ട്. ഇന്ത്യയിലെ UPI ഇടപാടിന്റെ 80% നടക്കുന്നത് US കമ്പനിയായ ഗൂഗിളിന്റെ GPay, വാൾമാർട്ട് നിയന്ത്രിക്കുന്ന ഫോൺപേ എന്നിവ വഴിയാണ്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട 3 മാസം മുമ്പുള്ള കണക്ക് പ്രകാരം ഏകദേശം 25,000 കോടിയാണ് വർഷത്തെ മൊത്തം UPI ഇടപാടുകളുടെ എണ്ണം. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ അനുവദിക്കണമെന്ന് India-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ നടന്ന ചർച്ചയിൽ US ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. US കമ്പനികളായ വിസ, മാസ്റ്റർ കാർഡ്, പേപാൽ തുടങ്ങിയവയിലൂടെയായിരുന്നു ഇന്ത്യയിൽ പണരഹിത ഇടപാട് നടന്നിരുന്നത്. ഇതിൽ നിന്ന് അവർക്ക് ഫീസും ലഭിച്ചിരുന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച UPI ഇന്ത്യയിൽ വ്യാപകമായതോടെ ഇടപാടുകൾ മൊത്തം UPI വഴിയായി. ഇതോടെ കാർഡ് ഇടപാടുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം ഇപ്പോൾ US കമ്പനികൾക്ക് ലഭിക്കുന്നില്ല. അതോടെയാണ് UPI ഇടപാടുകൾക്കും പണം അനുവദിക്കാൻ ട്രംപ് ഭരണകൂടം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അമേരിക്കൻ ഭരണകൂടം UPI സംവിധാനത്തെക്കുറിച്ച് മുമ്പും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ അമേരിക്കൻ പേയ്മെന്റ് കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ UPIയോടും റൂപേയോടും തുല്യമായ മത്സരാവസരം ലഭിക്കുന്നില്ലെന്ന വിമർശനം US ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ 2026 നാഷണൽ ട്രേഡ് റിപ്പോർട്ടിൽ ഉന്നയിച്ചു. ഈ സാഹചര്യത്തിൽ UPI ഇടപാടുകൾക്ക് പണം ഈടാക്കാനുള്ള നീക്കം ഇന്ത്യ-അമേരിക്ക വ്യാപാര ചർച്ചകളിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഫീസ് വ്യാപാരിയിൽ നിന്ന് ഈടാക്കുന്ന സംവിധാനമായതിനാൽ സാധാരണക്കാരെ ബാധിക്കില്ലെന്ന വാദം അടിസ്ഥാനമില്ലാത്തതാണ്. വ്യാപാരികൾക്ക് അധിക ചെലവ് വന്നാൽ അത് ഉൽപ്പന്നങ്ങളുടെ വിലയായും സേവനങ്ങളുടെ ഉയർന്ന ഫീസായും ജനങ്ങളിൽ നിന്നു തന്നെയാണ് ഈടാക്കുക. GST വന്നപ്പോൾ നികുതിയിലുണ്ടായ കുറവ് സാധാരണക്കാർക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ടായത് ഓർക്കുക. അത്തരത്തിലൊരു സാഹചര്യമായിരിക്കും ഇവിടെയും ഉണ്ടാവുക. UPIക്ക് ഫീസ് ഏർപ്പെടുത്തുന്നതിന്റെ മറ്റൊരു അപകടം ചെറുകിട വ്യാപാരികളിലാണ്. ചെറിയ വ്യാപാരികൾക്ക് ഓരോ ഇടപാടിലും വരുന്ന അധിക ചെലവ് താങ്ങാനാവില്ല. UPI ഇടപാടിന്റെ ഏറ്റവും വലിയ ശക്തി സാങ്കേതിക വിദ്യ മാത്രമല്ല, സൗജന്യവും ലളിതവുമായ ഉപയോഗമാണ്. ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ചെറിയ തുകയ്ക്ക് പോലും അധിക ഫീസ് നൽകാതെ പണമടയ്ക്കാൻ കഴിയുന്നതാണ് UPI ഇടപാടിനെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഗമാക്കിയത്. ഫീസ് ഈടാക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് രീതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ATM ഇടപാടുകൾക്ക് നിയന്ത്രണവും ഉയർന്ന ഫീസും ഏർപ്പെടുത്തി രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാട് സാധാരണമാക്കിയത് സർക്കാരാണ്. ഇപ്പോൾ അതിന് പണം ഈടാക്കാനുള്ള നീക്കം വഞ്ചനയായി മാത്രമേ കാണാനാവൂ. UPIയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വരുന്ന ചെലവ് എങ്ങനെ നികത്തണമെന്നത് ന്യായമായ ചോദ്യമാണ്. എന്നാൽ അതിന് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ ഫീസ് ഏർപ്പെടുത്തുന്നതല്ല മാർഗം. UPI ഒരു സാധാരണ സ്വകാര്യ പേയ്മെന്റ് ആപ്പല്ല. അത് ഇന്ത്യയുടെ പൊതു ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യമാണ്. ഹൈവേകൾ നിർമ്മിച്ചതിന്റെ ചെലവ് ഓരോ വാഹനത്തിൽ നിന്നും ടോൾ ഈടാക്കി മാത്രം തിരിച്ചു പിടിക്കുന്നത് പോലെ ഡിജിറ്റൽ പൊതുസൗകര്യത്തിന്റെ മുഴുവൻ ചെലവും ഇടപാടുകാരുടെ മേൽ ചുമത്തേണ്ടതില്ല. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സർക്കാരിനും ബാങ്കിംഗ് മേഖലയ്ക്കും ലഭിക്കുന്ന വിശാലമായ സാമ്പത്തിക നേട്ടം കണക്കിലെടുത്ത് ചെലവ് പങ്കിടാനുള്ള മറ്റു വഴികളാണ് അന്വേഷിക്കേണ്ടത്. ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPIയെ സംബന്ധിച്ച നയപരമായ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങളും പൊതുതാൽപര്യവും മുൻനിർത്തിയാണ് എടുക്കേണ്ടത്. കോടിക്കണക്കിന് സാധാരണക്കാരെയും ചെറുകിട വ്യാപാരികളെയും ഉൾപ്പെടുത്തി ഇന്ത്യയുടെ സാമ്പത്തിക ഇടപാടുകളുടെ അടിസ്ഥാന സൗകര്യമായി മാറിയ UPIയെ വരുമാനം ഉണ്ടാക്കാനുള്ള മറ്റൊരു വാണിജ്യ പ്ലാറ്റ്ഫോമായി കാണുന്നതിനു പകരം രാജ്യത്തിന്റെ ഡിജിറ്റൽ പൊതുസമ്പത്തായി സംരക്ഷിക്കുകയാണ് വേണ്ടത്. ബാങ്ക് ശാഖയിലെത്താതെ ചെറിയ തുകയ്ക്ക് പോലും പണമടയ്ക്കാൻ കഴിയുന്നത് നഗരങ്ങളിലെ മധ്യവർഗത്തിന്റെ സൗകര്യം മാത്രമല്ല, ഗ്രാമീണ ഇന്ത്യയിലും അതിന്റെ സ്വാധീനം വലുതാണ്. ആ സൗകര്യത്തിന് വില നിശ്ചയിക്കാൻ തുടങ്ങുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റിന്റെയും വളർച്ചയെയും അത് ബാധിച്ചേക്കാം. ബാങ്കുകൾക്കും പേയ്മെന്റ് സ്ഥാപനങ്ങൾക്കും വരുമാനമുണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള വ്യത്യസ്ത മാതൃകകൾ പരിശോധിക്കണം. ഉയർന്ന മൂല്യമുള്ള വ്യാപാര ഇടപാടുകൾ
ക്രെഡിറ്റ് അധിഷ്ഠിത സേവനങ്ങൾ, വാണിജ്യ പേയ്മെന്റ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ചെലവ് വീണ്ടെടുക്കാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കാം. എന്നാൽ UPIയുടെ അടിസ്ഥാന സ്വഭാവമായ കുറഞ്ഞ ചെലവും എളുപ്പത്തിലുള്ള ഉപയോഗവും തകർക്കരുത്. Waytonikah.com, the exclusive Muslim matrimonial site.